ഗ്രേറ്റ് ഹിമാലയൻ റൈഡ് സീസൺ 3യുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നമ്മുടെ ഹിമാലയൻ റൈഡിൻ്റെ അവസാനത്തെ ഫേസിലേക്ക് കടന്ന് നാഗാലാൻഡിലെ കൊഹിമയിൽ നിന്ന് കേരളത്തിലെ തൃശ്ശൂരിലേക്കുള്ള 3500 കിലോമീറ്റർ യാത്രയുടെ 33% കവർ ചെയ്ത് ഇപ്പോൾ കൊൽക്കത്തയിൽ എത്തിയേക്കാണ് കേട്ടോ. നമ്മൾ ഇന്ന് ഇവിടുന്ന് ഭുവനേശ്വർ ഭാഗത്തേക്ക് ഓടിക്കുന്നു, നാളെ വിശാഖപട്ടണം പോകുന്നു. ഏകദേശം ഒരു 800 കിലോമീറ്റർ ഉണ്ട്. 2 ദിവസമായിട്ട് ഓടിക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട പോലെ നമുക്ക് കുറച്ച് വെസ്റ്റ് ബംഗാളിൻ്റെ കാഴ്ചകളും ഒറീസ കാഴ്ചകളും കുറച്ച് ആന്ധ്ര തെലുങ്കാന എന്താ കാഴ്ചകളെന്ന് വെച്ചാൽ അതൊക്കെ കണ്ടങ്ങനെ പോവാം. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഞാൻ ഹരി, വെൽക്കം ടു ടിൻ പിൻ സ്റ്റോറീസ്. ഞാൻ കൊൽക്കത്തയിൽ എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് നിൽക്കണേ. അപ്പോൾ അവർ മാർവാഡീസാണ്. അപ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റിലുള്ള മിക്ക ആൾക്കാരും മാർവാഡീസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ താഴെ ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ശ്രീരാമൻ, ലക്ഷ്മണൻ, സീതയുടെ 3 മൂർത്തികളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ രാവിലെ എണീറ്റ് ഒന്ന് ചെയിൻ ഇന്നലെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ലൂബ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാട്ടോ. അപ്പോൾ അതും ടോപ്പ് ബോക്സൊക്കെ അവിടെ കൊണ്ടുവച്ചു. ഇവിടെ എല്ലാവരും വീട്ടിൽ ഉറങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും വിളിച്ചുണർത്തി നമുക്ക് ബാഗ് സാധനങ്ങളൊക്കെ എടുത്ത് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഇറങ്ങാം. സമയം 6 മണി ആവാറായിട്ടുണ്ട്. ഓക്കെ ആൻറ്റി, ബൈ. സീ യു. കം. ഓക്കെ. കഴിഞ്ഞ വീഡിയോയിൽ മര്യാദയ്ക്ക് പരിചയപ്പെടുത്താൻ പറ്റിയില്ല. ഇതാണ് ആകാശ് അഗർവാൾ. ഞങ്ങൾ കോളേജിൽ ഒരുമിച്ചാണ് പഠിച്ചിരുന്നത്. ആകാശിന് ഇവിടെ ബിസിനസ് ആട്ടോ, മാർവാഡീസാണ്. അവർ ഡെഫിനറ്റ്ലി ബിസിനസ് ആയിരിക്കും ചെയ്യുക. അപ്പോൾ ഈ സ്പ്രേയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള വാട്ട് ആർ ദ പ്രോഡക്റ്റ്? സ്പ്രേയർ, പൈപ്സ്, മോസ്റ്റ്ലി റിലേറ്റഡ് ടു ഇറിഗേഷൻ. ഹോൾസെയിലായിട്ട്. ഞാൻ നമ്പറും കമ്പനിയുടെ പേരും യൂണിവേഴ്സൽ എൻ്റർപ്രൈസ് അതാണ് പേര്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം ആർക്കെങ്കിലും ബൾക്കായിട്ടോ. അപ്പോൾ കൊൽക്കത്തയിൽ നിന്ന് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. പ്രൊമോഷൻ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല, എൻ്റെ കൂട്ടുകാരനായതുകൊണ്ട് ലൈക്ക് എ ഫാമിലിയാണ്. അപ്പോൾ ബൈ. ठीक है भाई, मिलता हूँ. രാവിലെ പൂവൊക്കെ വിൽക്കണം. നോക്കി, ഇവിടെ ഒരു പാർട്ടി ഓഫീസ് ഉണ്ട് കേട്ടോ. നല്ല രസമാണ് കാണുന്നൊരു പാർട്ടി ഓഫീസാണ് ഇവിടുത്തെ. നല്ല ഭംഗിയത് കാണാൻ. രാവിലെ എപ്പോൾ എനിക്കതാണെന്നറിയോ, സമയം ഇപ്പോൾ 7:20 എല്ലാവരുടെ വർത്താനൊക്കെ പറഞ്ഞ് പാക്കൊക്കെ ചെയ്ത് ഇറങ്ങിയപ്പോഴത്തേക്കും. അപ്പോൾ നമുക്കിനി 8 മണിക്കൂർ 8 മിനിറ്റ് 444 കിലോമീറ്ററാണ് ഭുവനേശ്വർ. ഞാനിവിടെ 2 ദിവസമായിട്ടോ നിൽക്കണു. അവൻ വിടുന്നുണ്ടായിരുന്നില്ല, പോകണ്ട 2 ദിവസം നിൽക്കുന്നു പറഞ്ഞിട്ട് കുറേ സമയം പോയി. അപ്പോൾ ഇവിടെ അങ്ങനെ ചെറിയ വ്ളോഗ് എടുക്കാൻ മാത്രമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു ദിവസം മൊത്തം വീട്ടിലിരുന്ന് എഡിറ്റ് ചെയ്യായിരുന്നു. പിന്നെ ഒരു ദിവസം അവൻ്റെ ഒപ്പം പുറത്ത് പോയി അവൻ്റെ ഫാമിലിയുടെ ഒപ്പം സ്പെൻഡ് ചെയ്യായിരുന്നു. ഒരു യൂ ടേൺ എടുക്കാൻ വേണ്ടി പോകാം കേട്ടോ. നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകേണ്ടത്. വൃത്തി കുറച്ച് കുറവാണെങ്കിലും ഉണ്ടല്ലോ, എനിക്ക് ഇവിടുത്തെ ഒരു കൾച്ചർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാം കൊണ്ട് അവരുടെ ഫുഡായാലും മൊത്തത്തിലൊരു എന്തോ ഒരു നൈസ് വൈബ് ഉണ്ട് ഇവിടുത്തെ മൊത്തത്തിൽ. എന്താണെന്ന് എനിക്ക് പറയാൻ അറിയില്ല, പക്ഷേ എനിക്കിഷ്ടമാണ് കൽക്കട്ട. ആൾക്കാർ രാവിലെ ജോലിക്ക് പോകണം, നോക്ക് പിക്കപ്പിലൊക്കെ ഇരുന്ന്. ഇവിടെ നമുക്കൊരു യൂ ടേൺ എടുക്കാം കേട്ടോ. ഓൾമോസ്റ്റ് നമ്മുടെ നാട്ടിലെ റേറ്റ് ആട്ടോ, 105 രൂപ 45 പൈസ. ഹൈവേ കിഡിലൻ ഹൈവേ കേട്ടോ, നല്ല സുഖമായിട്ട് ഓടിച്ചു പോകാവുന്നൊരു ഹൈവേ. ഞാൻ ഇടയിലൊന്ന് വഴി കൺഫ്യൂഷൻ വന്നപ്പോൾ നിർത്തിയതാണ്. നമ്മൾ ഖരഗ്പൂർ എത്തി കേട്ടോ. അപ്പോൾ ഈ ലെഫ്റ്റ് തിരിഞ്ഞ് പോയാലാണോ അതോ നേരെ പോയാലാണോ എന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാപ്പ് ഇടാൻ വേണ്ടി ഒന്ന് നിർത്തിയതാണ്. അപ്പോൾ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ഖരഗ്പൂർ സിറ്റിയുടെ ഉള്ളിലേക്ക് പോകാനും, നേരെ പോയിട്ട് പിന്നെ അവിടെ നിന്നൊരു ലെഫ്റ്റ് അങ്ങനെ പോയാലാണ് നമുക്ക് പോകാനുള്ള റൂട്ട് കേട്ടോ. ഭുവനേശ്വറൊക്കെ പോകുന്ന റൂട്ട്. പോകുന്ന വഴി 2 സൈഡിലും ഇതുപോലെ നെൽപ്പാടങ്ങളാട്ടോ. ഇത് രസമാണെന്ന് നോക്കി, പച്ച നെൽപ്പാടങ്ങൾ. ഭയങ്കര രസമാണ് ഇതിലിങ്ങനെ വണ്ടി ഓടിച്ച് പോകാൻ. പിന്നെ ട്രാഫിക്കും വലിയ അലമ്പില്ല, ആൾക്കാരുടെ ഡ്രൈവിങ്ങും നല്ലതാണ്. അപ്പോൾ ഞാൻ ആദ്യം തുടക്കത്തിലൊരു 70-80 പോയിരുന്നത്. പിന്നെ സുഖമായിട്ട് നമുക്കൊരു 80, 90, 100 ആ ഒരു ഇതിലൊക്കെ പോകാം കേട്ടോ. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതല്ല പറഞ്ഞത്, പക്ഷേ ജനറലി നമുക്ക് ആ ഒരു ആവറേജ് പിടിച്ചിങ്ങനെ പോവാം. അയ്യോ, അങ്ങോട്ടല്ല ഇങ്ങോട്ടാ. രാമായണം പറഞ്ഞിട്ട് എന്താ ചേട്ടാ റോങ് സൈഡ് വന്നിട്ട് എന്നെ നോക്കി പേടിപ്പിക്കുന്നേ. അങ്ങനെ കയറി പോകണം കേട്ടോ. നേരെ ഭുവനേശ്വർ ആ ബ്രിഡ്ജ് കൂടെ കയറി അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഖരഗ്പൂർ.
അറ്റം തൊട്ട് ആ അറ്റം വരെയാണല്ലോ, ഇത് BEL ബംഗാൾ എനർജി ലിമിറ്റഡ് ആട്ടോ. അത് ഈ ലോ ആഷ് മെറ്റലർജിക്കൽ കോക്കും പിഗ് അയണൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ഭയങ്കര വലുതാണ് കേട്ടോ. അപ്പോൾ ഈ ലാം എന്നാണ് അതിന് പറയുക. അത് ഈ ബ്ലാസ്റ്റ് ഫർണസിലൊക്കെ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതുണ്ടാക്കുന്ന ഫാക്ടറിയാണ്. അവരുടെ ലോഗോ നേരത്തെ ഒരു സ്ഥലത്ത് അവിടെ കണ്ടു. എത്ര ഏരിയ എന്നറിയോ? കുറേ ദൂരമായി ഞാനിതിങ്ങനെ ക്രോസ് ചെയ്ത് പോകണം കേട്ടോ, എത്തുന്നില്ല. കൊൽക്കത്തയിൽ നിന്ന് ഇറങ്ങിയിട്ട് 206 കിലോമീറ്റർ ആയിട്ടോ നമ്മൾ ഒറീസയിൽ കടന്നു. ഞാൻ അറിഞ്ഞും കൂടി ഇല്ല ഒറീസയിലേക്ക് കടന്നത്, കാരണം എവിടെയും ചെക്ക് പോസ്റ്റോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഇപ്പോൾ ഇവിടുത്തെ ബോർഡിലേക്ക് ആൽഫബറ്റ്സ് കണ്ടപ്പോഴാണ് ഇത് ബംഗാളി അല്ലല്ലോ, ഇത് വേറെ ഏതോ ലാംഗ്വേജ് ആണെന്ന് വെച്ചാൽ മാപ്പ് നോക്കിയപ്പോഴാണ് നമ്മൾ ഒറീസ കടന്നിട്ട് 10-15 കിലോമീറ്റർ കൂടുതലായി. ഞാൻ അറിഞ്ഞു പോലുമില്ല. അപ്പോൾ ഇത് ഒറീസയിൽ നാഷണൽ ഹൈവേ 16 കൂടെ ഇങ്ങനെ ക്രൂസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് ഇനി 240-250 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ ഭുവനേശ്വറിലേക്ക്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ സമയം എത്ര മണിയായി? 11:20 ആയിട്ടുള്ളൂ. മാക്സിമം ഒരു 5 മണി. ഞാൻ ഭക്ഷണം കഴിക്കാൻ നിർത്തണം. അപ്പം ഒരു മാക്സിമം 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഭുവനേശ്വർ എത്തേണ്ടതാണ്. നല്ല സുഖമാട്ടോ, നല്ല അടിപൊളി ഹൈവേ ആണ്. ഇങ്ങനെ എൻജോയ് ചെയ്ത് വണ്ടി ഓടിച്ച് പോവാം. നമുക്ക് ഭുവനേശ്വർ എത്താൻ ഇനി 27 കിലോമീറ്ററും കൂടി ഉള്ളൂ കേട്ടോ. ആ സമയത്ത് മഹാനദി വന്നു കേട്ടോ. മഹാനദി ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര പാലാന്ന് നോക്കിയേ. ഇവിടെ ഒരു പാലം, ആ കാണുന്നത് ഹെവി വെഹിക്കിൾസിനുള്ളതാണ്, ഇത് ലൈറ്റ് വെഹിക്കിൾസിനുള്ളതാണ്. അത് അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വരുന്നതാണ്. ഇത് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്ത് ഒരു റെയിൽവേ ബ്രിഡ്ജ് പുതിയതും അതിൻ്റെ അപ്പുറത്ത് ഒരു പഴയതും. അപ്പോൾ 1, 2, 3, 4, 5 പാലാട്ടോ. മഹാനദി ക്രോസ് ചെയ്യുകയാണ്. താഴെ വെള്ളമൊക്കെ കുറവാണ്. നമ്മുടെ ഭാരതപ്പുഴയൊക്കെ കിടക്കണ പോലെ നിറച്ച് മണലൊക്കെ ആയിട്ടാണ് കിടക്കണേ. അപ്പോൾ ഞാൻ കുറച്ച് നേരം മുമ്പ് നമ്മൾ ആ കരിക്ക് കുടിക്കാൻ നിർത്തിയപ്പോൾ ഭുവനേശ്വറിലൊരു ഹോം സ്റ്റേ ബുക്ക് ചെയ്തു കേട്ടോ. അതായത് ഒരു സിംഗിൾ ബെഡിൻ്റെ ഒരു റൂമിൽ ഒരു ബെഡ് അങ്ങനെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് മാപ്പ് ഇട്ടിട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. 26 കിലോമീറ്ററാണ് ഇനി കാണിക്കണേ. 38 മിനിറ്റ്. മഴക്കാറുകാരനെ അങ്ങോട്ട് ഇരുണ്ട് മൂടി നിൽക്കുക കേട്ടോ. സമയം 4:30 ആയിട്ടുള്ളൂ. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ഇരുട്ടായ പോലെ ഉണ്ട്. ഇതാണ് जयदुर्गा नगर प्रमिता बाल. हाँ ठीक है. कहाँ रखना है? ठीक है ओके. सर नहीं है अंदर है. हाँ अच्छा अच्छा. आपको साइन करने के लिए बोला है. ओके. फर्स्ट फ्लोर. हाँ ओके. राइट हैंड साइड. ओके. स्टेयरकेस कहाँ से? അന്തർ സേ. ഓക്കെ. ബാഗൊക്കെ ബൈക്കിൽ നിന്ന് ഊരി റൂമിൽ കയറ്റി ഉടനെ ഉണ്ടല്ലോ ഭയങ്കര മഴ തുടങ്ങി കേട്ടോ. ഹെവി മഴയാണ്. ഞാൻ ജസ്റ്റ് രക്ഷപ്പെട്ടാണ്, അല്ലെങ്കിൽ നനഞ്ഞു പോയത് കേട്ടോ. ഇതാണ് റൂം. ചെറിയ റൂമാട്ടോ, പക്ഷെ ഭയങ്കര ക്ലീനാണ്. ബാത്റൂമൊക്കെ വെരി ക്ലീനാണ്. ഇൻവേർട്ടറിലാണ് ഓർഡർ. അപ്പോൾ ഇവിടെ മാത്രമേ വിളിച്ചുള്ളൂ. ബാത്റൂമിൽ ലൈറ്റ് ഇല്ല, ഓണാക്കിയിട്ടേക്കാണ്, പക്ഷേ കത്തില്ല. പക്ഷേ നല്ല ക്ലീൻ ആയിട്ടുള്ള ബാത്റൂം കേട്ടോ. ഭയങ്കര നീറ്റായിട്ട് ഇങ്ങനെ വടിച്ച് ഉണങ്ങി ഡ്രൈ ആയിട്ടിരിക്കുന്ന ബാത്റൂം. ചെറിയ റൂമാണ്, പക്ഷെ ഭയങ്കര ചെറിയ റൂമാണ്. പിന്നെ എൻ്റെ സാധനങ്ങളും കൂടി ആയപ്പം തീർന്നു. പിന്നെ ബെഡ്ഷീറ്റും ഒക്കെ ക്ലീനാണ്. അപ്പം ഞാൻ കുറച്ച് എഡിറ്റ് ചെയ്യാണ്ട് കുറച്ചധികം ദിവസമായിട്ട് വീഡിയോ ഒന്നും മര്യാദയ്ക്ക് എഡിറ്റ് ചെയ്യാനോ അതിനൊന്നും സമയം കിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വണ്ടി ഓടിച്ച് ഒരു പോയിന്റ് എത്തുമ്പോൾ നീ മടുത്തു പോവുക. പിന്നെ ഇന്നലെ ഞാനും കൂട്ടിയിട്ട് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റിയ കാരണം 3 ദിവസമൊക്കെ ആയിട്ട് എടുക്കുമ്പോൾ ഒരുപാട് കോണ്ടന്റ് ഉണ്ട്. 100 GB അടുത്തൊക്കെയാണ് മൊത്തം ഡാറ്റ വരുന്നത്. അപ്പോൾ അത് സോർട്ട് ചെയ്ത് അവസാനം എഡിറ്റ് ചെയ്ത് 40-50 മിനിറ്റൊക്കെ വരുന്നത്. പിന്നെ അതിനെ കട്ട് ഷോട്ട് ചെയ്ത് വരുമ്പോൾ കുറേ സമയം എടുക്കും. അപ്പോൾ ഇന്നലെ 2 ദിവസം അവിടെ ഇരുന്നിട്ട് ഒരു വീഡിയോ ആണ് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് വേഗം കുറച്ച് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ക്ഷീണമാണ് ഓടിച്ചതിൻ്റെ, പക്ഷേ പെട്ടെന്ന് അങ്ങോട്ട് കുറച്ച് ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനതൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇനി നാളെ രാവിലെ കാണാം. നമ്മൾ നാളെ രാവിലെ ഇവിടുന്ന് വിശാഖപട്ടണം പോവും. വെതറും ഞാൻ നോക്കിയിട്ടില്ല, മഴയുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെ നാളെ രാവിലെ അപ്ഡേറ്റ് ചെയ്യാം. ഫുഡൊക്കെ ഓൺലൈൻ ഓർഡർ ചെയ്യാമെന്ന് വെച്ചിട്ട് ഇനി പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം പോകും. നാളെ രാവിലെ കാണാം. താങ്ക് യു. സമയം രാവിലെ 6:05. ഭുവനേശ്വറിലെ ഹോം സ്റ്റേയിൽ നിന്ന് അവിടുത്തെ ആൾക്കാരോട് യാത്ര പറഞ്ഞ് നമ്മളിത് വിശാഖപട്ടണത്തേക്കുള്ള യാത്ര തുടങ്ങി കേട്ടോ.
ഇന്നും ചെറിയൊരു മൂടിക്കെട്ടിലുണ്ട്, പക്ഷെ വലിയ കുഴപ്പമില്ല, നമുക്ക് മഴ പെയ്യില്ലെന്ന് പ്രതീക്ഷിക്കാം. ഈ വിശാഖപട്ടണത്ത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട് കേട്ടോ, ഒരു ഫാദർ, ഒരു പള്ളിയിലച്ഛൻ. അപ്പോൾ അദ്ദേഹത്തിനെ ഞാൻ ഒരിക്കൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് പരിചയപ്പെട്ടിരുന്നു. അങ്ങനെ നമ്പറൊക്കെ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ ഈ യാത്ര തുടങ്ങിയ സമയത്ത് അദ്ദേഹം മെസ്സേജ് ചെയ്തിരുന്നു, വിശാഖപട്ടണം വഴി അങ്ങ് പാസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ താമസിക്കാൻ കോൺടാക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനൊരു 2-3 ദിവസം മുമ്പ് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറ്റുകയാണെങ്കിൽ നമുക്കിന്ന് അവിടെ സ്റ്റേ ചെയ്യാം. കുറച്ചും കൂടി എനർജി ഉണ്ടെങ്കിൽ ഞാൻ മാക്സിമം ഓടിക്കാമെന്ന് വിചാരിച്ചേക്കണേ. കാരണം നമ്മളിപ്പോൾ കറക്റ്റ് നമ്മുടെ യാത്രയുടെ മിഡ് പോയിന്റിലാണ്. 1700 ചില്ലറ കിലോമീറ്റർ കഴിഞ്ഞു. ഇനി അങ്ങോട്ട് 1700 ചില്ലറ കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇനി 2 ദിവസം, ഇന്ന് 6-ാം തീയതിയാണ്, 7, 8, 9, 3 ദിവസമേ ഉള്ളൂ. 3ാമത്തെ ദിവസം ഉച്ചയ്ക്കെങ്കിലും നാട്ടിലെത്തണം. അപ്പോൾ 2.5 ദിവസം കൊണ്ട് നമുക്ക് ഈ ബാക്കിയുള്ള 1700 ഓടിച്ചെത്തണം. എന്നാലേ എനിക്ക് 9-ാം തീയതി അവിടെ പോയി ഇലക്ഷന് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് പെട്രോൾ അടിച്ചിട്ട് പോകാം കേട്ടോ. 3 കട്ടേ ഉള്ളൂ. ഞാനിപ്പോൾ ചിൽക്ക ലേക്കിലേക്ക് മാപ്പ് ഇട്ടിട്ടാട്ടോ ഈ പോയിക്കൊണ്ടിരിക്കണേ. ചിൽക്ക ലേക്ക് ഏകദേശം ഒരു 100 കിലോമീറ്റർ അടുത്തുണ്ട് ഭുവനേശ്വറിൽ. അപ്പം അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭുവനേശ്വർ ഉണ്ടല്ലോ ഭയങ്കര വ്യത്യാസമാട്ടോ. ഞാൻ 5 കൊല്ലം മുമ്പ് ഇവിടെ വന്ന ഭുവനേശ്വരേ അല്ല ഇത്. കുറേ വലിയ വലിയ ബിൽഡിങ്സും ആകെ മാറി മറിഞ്ഞു. വലിയൊരു സ്ഥലം. പണ്ടും വലിയ സ്ഥലമായിരുന്നു, പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടി ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു വലിയ സ്ഥലം പോലെയായി. ഫുൾ കരുതേനാ 100 രൂപ 92 പൈസ കേട്ടോ. രാവിലെ ഉന്തുവണ്ടിയിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് പോകാം കേട്ടോ. അവർ എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്ത് അവിടെ അങ്ങനെ വിൽക്കാനായിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കപ്പിളാണ്, ബ്രേക്ക്ഫാസ്റ്റ് കപ്പിൾ. ഈ പോകുന്ന വഴിയിലൊക്കെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ ഇതുപോലെ കുളങ്ങളുണ്ട് കേട്ടോ. കണ്ടമാനം കുളങ്ങളാട്ടോ. ഒരു അമ്പലം ഉണ്ടാവും, അതിൻ്റെ സൈഡിലൊരു കുളം ഉണ്ടാവും. ഈ കുളം നോക്കി അവിടെ ആൾക്കാർ കുളിക്കുന്നുണ്ട്. ഇറങ്ങിയാലോ പതുക്കെ, അതിലൊരു വഴിയുണ്ട്. ചേട്ടൻ കണ്ടിട്ടില്ല ഞാൻ വരുന്നത്. കണ്ടോ ആറ്റത്തൊരു അമ്പലം, അവിടെ സ്ത്രീകളുടെ കുളിക്കടവാണ്. അവിടെ കുറച്ച് സ്ത്രീകൾ കുളിക്കുന്നുണ്ട്. ഇവിടെ ഒരു ചേട്ടൻ നിന്ന് കുളിക്കുന്നുണ്ട്. ചേട്ടനല്ലേ? അതെ. സൈക്കിളൊക്കെ കൊണ്ടുവന്ന് ഞാനൊരു 1/4 കിലോമീറ്റർ മുമ്പ് കാപ്പി കുടിക്കാൻ വേണ്ടി ഒന്ന് വണ്ടി നിർത്തിയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ആദ്യം നിർത്തിയതാ. ചൂടായിട്ടില്ല, കാണുമ്പോൾ കുളിക്കുന്നുണ്ട്. അപ്പുറത്തും ഉണ്ട് കേട്ടോ ഒരു കുളിക്കടവ്. ആ ഒരു ഭാഗത്തും ഒരു കുളമുണ്ട്, അവിടെ ആൾക്കാർ ഒന്ന് കുളിക്കുന്നുണ്ട്. ഇറങ്ങി കുളിച്ചാലോ? ഇനി ഇങ്ങനെ ഒരു ചാൻസ് കിട്ടണമെന്നില്ല, കാരണം എല്ലാം കൊണ്ടും നല്ലതാണ്. റോട്ടിൽ നിന്ന് തൊട്ടടുത്ത് ബൈക്ക് പാർക്ക് ചെയ്യാം, നമുക്ക് കുളിക്കുമ്പോഴും ബൈക്ക് കാണാം, സാധനങ്ങളൊന്നും എടുത്തുകൊണ്ട് പോകണ്ട, ഒരു കുളി പാസ്സാക്കാം. ഞാൻ കുളിച്ചതാണ് എന്നാലും. मंजन नहीं वो तो हो गया, ये ओरिजिनल है। हाँ ये क्या ब्रशिंग ब्रश हाँ वो नीम का है ना? नहीं नीम का नहीं, हाँ। ये इसको बबली बोलता है। बबली अच्छा चाहिए? दे दो एक छोटा वाला दे दो। मेरा तो ब्रशिंग वगैरह हो गया। ठीक है, थैंक यू जी। बहुत बढ़िया। हाँ ओके। ये ब्रश से अच्छा होता है। अच्छा हाँ। ब्रश में क्या कि हम पर डे चलाते हैं। हाँ। इसको पर डे लगाओ फेंक दो। हाँ। इसमें खर्चा कम है। हाँ। और टीथ के लिए हाँ गुड है। अच्छा ठीक है, താങ്ക് യു ജി. ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഈ ആര്യവേപ്പിൻ്റെ ഒക്കെ ആൾക്കാർ പല്ലിയൊക്കെ ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ട് നോർത്ത് ഇന്ത്യയിൽ. പക്ഷേ ബബ്ലി എന്നാണ് പറഞ്ഞത്, എന്താണെന്നറിയില്ല. അപ്പോൾ എന്തായാലും ചിലവും കുറവാണ്, പല്ലും വൃത്തിയായിട്ടിരിക്കുന്നു പറഞ്ഞു. എന്നാ വാ, എന്തായാലും മൂടായി. ഇന്ന് കുളിച്ചിട്ടുള്ള കാര്യം ഈ കെട്ട് മുഴങ്ങി തുറക്കണം എന്നുള്ളത് മാത്രമേ ഒരു ബുദ്ധിമുട്ടുള്ളൂ. പക്ഷെ ഞാനതങ്ങോട്ട് സഹിച്ചു. വേറെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കുളിക്കാൻ. ഇവിടെ ഒരു ചേട്ടൻ വന്നിട്ടുണ്ട്, അവിടെ വേറൊരു ചേട്ടൻ വന്നിട്ടുണ്ട്. ഇവരൊക്കെ പല്ലൊക്കെ തേക്കുന്നത് ഇവിടെ വന്നിട്ട് കേട്ടോ. आप लोग नहीं खाता है ना? ना हम लोग तो अभी हिंदू ना ड्रिप नहीं खाता, हम तो दुआ मांगते हैं। हाँ भगवान है। सब लोग नहीं लेकिन बहुत लोग खाता है। बहुत लोग खाता है। हाँ। नहीं खाता होगा 10% नहीं खाता होगा, वो मुझे पता नहीं है। हाँ। लेकिन यानी केरला लोग मतलब बाहर में गया था ना, हाँ। वो लोग जिस दिन ब्रीफ होगा उस दिन वो खाएगा। हाँ। इसमें क्या है, दिल कहता खाना हो खाओ। सब लोग ऐसा नहीं सोचता। हाँ जो भगवान को दुआ मांगता है वो कभी नहीं खाएगा। ठीक है ओके, आपका नाम? मेरा नाम सुदर्शन देना। हाँ ठीक है, खुश हो आपको मिलकर। हाँ
आपको मिलके खुश हुआ? हाँ हाँ. ऐसे बातचीत करना तो टाइम पास है ना ആ ചേട്ടന് മാത്രമേ കേട്ടോ ഈ നിൽക്കുന്നതിൽ ഹിന്ദി അറിയുള്ളൂ. അപ്പോൾ ആളിങ്ങനെ എൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ ഹിന്ദിയിൽ ചോദിച്ചിട്ട് മറ്റുള്ള രണ്ടുപേർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ ഇടയിൽ തന്നെ കുറേ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കേരളത്തിലെ ആൾക്കാർ നല്ല പഠിപ്പുള്ള ആൾക്കാരാണ്, വലിയ വലിയ ജോലികളായിട്ട് പുറം രാജ്യത്തൊക്കെ ജോലി ചെയ്യുന്നവരാണ്. പിന്നെ അവിടുത്തെ ആൾക്കാർ ഗുഡ്ക ഉപയോഗിക്കില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു അവിടെ കുറേ ആൾക്കാർ ബീഫ് കഴിക്കൂലേ. അപ്പം ഓരോ ആൾക്കാരുടെ എത്ര നല്ല തിങ്കിങ് ആണെന്ന് ആലോചിക്കണം. അപ്പോൾ അവർ കഴിക്കില്ല, അവർ ദൈവമായിട്ടാണ് കാണുന്നത്. പക്ഷേ അങ്ങനെ കഴിക്കണമെങ്കിൽ നിങ്ങൾ കഴിച്ചോളൂ, ആ ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും നമ്മുടെ നാട്ടിൽ ചിന്തിക്കുന്നവരല്ല. അപ്പം വർത്താനം പറഞ്ഞു നിന്ന് സമയം പോയി. എവിടെ തോർത്ത് ഡ്രസ്സൊക്കെ മാറ്റി ഷോർട്സ് എടുത്തിട്ടു കേട്ടോ. आराम से भाई हाँ, हाँ। धीरे स्लो ആ ठीक है. पाँव हाँ सीधा है हाँ ठीक है. ओके. और भी स्टेप है? हाँ है स्टेप ആ ഞാൻ ഈ നിൽക്കുന്ന ഭാഗം വരെ നിലയുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കോൺക്രീറ്റിൻ്റെ സ്റ്റെപ്പുകളാണ്. അപ്പോൾ ഇവിടെ വരെയൊക്കെ നിൽക്കാൻ പറ്റും. അപ്പോൾ അവരതാ പറയണത്, സൂക്ഷിച്ച് ഇറങ്ങാനാട്ടോ പറയണത്. आप लोग यहाँ नहाता नहीं है? यहाँ? हाँ आता है अच्छा. मेडिसिन में आता है हाँ 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 देखा मैं. അടിപൊളിയാട്ടോ, സൂപ്പറായിരുന്നു. കുറച്ച് നേരം നീന്തി. പിന്നെ ഈ ചേട്ടനും കൂടി ഉള്ളതുകൊണ്ട് ഒരു കമ്പനിയാണ്, ആളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ആളുടെയും ഈ നേരം കൊണ്ട് കുളി കഴിഞ്ഞു കേട്ടോ. അവർ ആ മുണ്ടൊക്കെ പിഴിഞ്ഞിടുകയാണ്, ഉപയോഗിച്ച മുണ്ടൊക്കെ. സെറ്റ് ഡ്രസ്സ് മാറിപ്പോവാം, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരുപാട് ലേറ്റ് ആവും. ചിൽക്ക ലേക്ക് में बोटिंग वगैरह होता है? हाँ बोटिंग होता है? इधर से नहीं होगा तो और चला जाओ अच्छा हुआ तो फिर पूरा बाईपास चला जाना का हाँ. आगे 5 तारीख होता है ना उसका मतलब ഈ ചിൽക്ക ലേക്കിലെ കുറേ മൈഗ്രേറ്ററി ബേർഡ്സ് ഒക്കെ വരുമല്ലോ. അപ്പം അതിൻ്റെ സീസൺ അല്ലാത്ര സീസൺ ജനുവരി പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കും തീരും. അതായത് ആ വിൻ്റർ സമയത്ത് അതുങ്ങൾ മൈഗ്രേറ്റ് ചെയ്ത് വരുന്നതാണ് പല സ്ഥലത്തുനിന്ന്. അപ്പോൾ ഇപ്പോൾ പോയാൽ ഒന്നും കിട്ടില്ല. ഇവിടെ ഈ ഡോൾഫിൻ ഉണ്ട്, എന്തൊരു വെറൈറ്റി ഒരു ഡോൾഫിൻ, പേര് മറന്നുപോയി. അപ്പോൾ അതും ഈ ഭാഗത്ത് ബോട്ട് എടുത്ത് പോലെ കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് വഴിയിൽ പോകുമ്പോൾ ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ആൾ പറഞ്ഞത് ഈ നേരത്ത് പോയിട്ട് ഒരു കാര്യമില്ല, ഡോൾഫിനെയും കാണാൻ പറ്റില്ല, പക്ഷികളെ ഒന്നിനും കാണാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ ജസ്റ്റ് കണ്ടിട്ട് പോയിരിക്കും നല്ലത്. രാവിലെ പോണത്രേ ഇതിനൊക്കെ കാണാനൊക്കെ, ഈ ഡോൾഫിനെയൊക്കെ. താങ്ക് യു ബൈ. हाँ भाई मैं जाएगा हाँ ठीक है ഓക്കെ ബൈ. हाँ भाई അപ്പോൾ എല്ലാം കെട്ടി വെച്ചു കേട്ടോ. ഡ്രസ്സൊക്കെ മാറി സെറ്റായിട്ടുണ്ട്. ഞാൻ ഒഫീഷ്യലി സ്വപ്നക്കൂട്ടിലെ ഫിലിപ്പോസങ്ങളായിട്ടോ. ഒരു 100-150 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും ഈ സംഭവം ഫുള്ളായിട്ട് അങ്ങനെ ഉണങ്ങി കിട്ടും. അപ്പോൾ നമുക്കതെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കാം. ഇത് തന്നെയാണ് ഫിലിപ്പോസങ്ങളും ചെയ്തിരുന്നത്. ആളെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, കറക്റ്റാണ് ആൾ ചെയ്തിരുന്നത്, സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ അമ്പലത്തിലും കൂടി നമുക്കൊന്ന് പോകട്ടെ. ചേട്ടൻ എൻ്റെ 2-3 പ്രാവശ്യം പറഞ്ഞു അമ്പലത്തിൽ പോകണമെന്ന്. അപ്പോൾ നമുക്ക് ഇതിലൊരു വഴിയുണ്ട്, ഇങ്ങനെ ആ വഴി അങ്ങനെ ആ അമ്പലത്തിൻ്റെ അവിടേക്കായിട്ട് പോകണം. ഇവിടെ 4 കുളിക്കടവുണ്ട്, 1, 2, 3, 4. അപ്പോൾ ഇതിലിപ്പോൾ അവിടെയും ഇവിടെയും മാത്രമേ ആളുള്ളൂ. ബാക്കി അവിടെ ആ സ്ത്രീകളൊക്കെ കുളിച്ചുകൊണ്ടിരുന്നവരെല്ലാവരും പോയി. അവിടെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ സ്ത്രീകൾ, അവരെല്ലാവരും പോയി. അപ്പോൾ നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. ഓക്കെ. വലിയ ആലും ഒരു തറയൊക്കെ ഉണ്ട് കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കിയേ, ഭയങ്കര രസമുള്ള സ്ഥലം കേട്ടോ. അകത്തേക്ക് കയറുമ്പോൾ എൻ്റെ അടുത്ത് ഷൂസൊക്കെ ഊരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, പാവമായിരുന്നു ആ ചേട്ടൻ. ഇതാണ് മന്ദിർ. ശരിക്കും ആ കുളത്തിൻ്റെ ആ സൈഡിൽ നിന്ന് കാണുമ്പോഴാണ് മന്ദിറിൻ്റെ ഭംഗി കേട്ടോ. ഇവിടുന്ന് കാണുന്നതിനേക്കാൾ ആ ഭാഗത്തൊരു സത്രം പോലെ എന്തുകൊണ്ടെന്ന് തോന്നുന്നു, അവിടെ ആൾക്കാരൊക്കെ കിടന്നുറങ്ങുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ശിവജി ക മന്ദിർ. മുകളിലൊരു പാമ്പിൻ്റെ ഒരു രൂപമൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നാഗം, പാമ്പല്ല, കുറ്റിയിട്ടേക്കാം കേട്ടോ. പക്ഷേ ഈ ആൽത്തറയ്ക്ക് എന്ത് രസമല്ലേ, ഈ ഒരു ഭാഗം ഭയങ്കര രസമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ വിട്ടാലോ, ഈ സമയം കളയണ്ട. കുറേ നേരമായി ഇവിടെ കിടന്ന് തിരിയണു. ഞാൻ 7 മണിക്ക് ഇറങ്ങിയതാ, അല്ല 6 മണിക്ക് ഇറങ്ങിയതാ, സമയം 9 മണിയായി. നമ്മളൊരു മാക്സിമം 100-110 കിലോമീറ്റർ ആയിരിക്കും ആകെ ഇത്ര നേരം കൊണ്ട് കവർ ചെയ്തിട്ടുണ്ടാവുക. ഞാനാണെങ്കിൽ ഇന്നൊരു 600-700 കിലോമീറ്റർ പിടിക്കാനുള്ള മൂഡിലാണ്. भाई चिलिका लेक अंदर जाना है, कितना दूर? 2 കിലോമീറ്റർ. അച്ഛാ, അകത്തേക്ക് പോകണം കേട്ടോ. ഞാൻ വിചാരിച്ച ഹൈവേന്ന് കാണാൻ പറ്റുന്ന കേട്ടോ. ഇപ്പോൾ 2 കിലോമീറ്റർ അകത്തേക്ക് പോകാനാണ് പറഞ്ഞത്. ഞാൻ പോയിട്ട് വരാം. ഞാൻ ധൃതി പിടിക്കുന്നത് എന്താണെന്നറിയോ, ഫാദർ അവിടെ എൻ്റെ അടുത്ത്
ലഞ്ചിൻ്റെ സമയത്ത് എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് തോന്നണം ഞാനൊരു 4 മണിയൊക്കെ ആവും അവിടെ എത്തുമ്പോൾ എന്നാണ്. ചിലിക്ക ലേറ്റ് ബാലുഗാവ്. തണ്ണിമത്തൻ ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. തണ്ണിമത്തൻ കുറേ ആൾക്കാർ മേടിച്ച് കഴിക്കുന്നുണ്ട്. തണ്ണിമത്തൻ പച്ചക്കറി വിൽക്കുന്നുണ്ടോ? ക്യാബേജ്, ചക്ക, സവോള, കോളിഫ്ലവർ, ഉരുളക്കിഴങ്ങ്, പിന്നെന്തൊക്കെയോ ഇലകളുണ്ട്. ഓ അങ്ങനെ ഫൈനലി നമ്മൾ ചിലിക്ക ലേക്കിൻ്റെ അവിടെ എത്തിയിട്ടോ. അതെന്താണ്? കാലിജായ് മോട്ടോർ ബോട്ട് അസോസിയേഷൻ. എനിക്ക് പൂജയൊക്കെ കഴിഞ്ഞിട്ട് ആൾക്കാർ പോവാട്ടോ. ഇതുപോലെ കുറേ ആൾക്കാർ ഇങ്ങനെ കാവ്യം എടുത്ത് നടന്നു പോകുന്ന കണ്ടു കേട്ടോ. റോട്ടിൽ എങ്ങോട്ടാണ് പോകണമെന്ന് അറിയില്ല. ഇനി ആരെങ്കിലും കാണുമ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പോൾ ഇവിടെ മറ്റേ ദൽ ലേക്കിലെ പോലെ ബോട്ടുകളുണ്ട്. കാണാൻ അത്ര ഭംഗിയൊന്നുമില്ല, പടുതയൊക്കെ ഇട്ട് ഉണ്ടാക്കിയേക്കണതാണ്. അയ്യോ ഇതെന്ത് വലിയ ലേക്കാല്ലേ. അങ്ങോട്ട് ബൈക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നണം. ആഹാ ശരിക്കും കടല് പോലെ കേട്ടോ. അറ്റൊന്നും കാണുന്നേ ഇല്ല. ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ട് ബോട്ടിൽ കയറി പോകുന്നു. എൻ്റെ അമ്മ പൊളിയിട്ടാ. ഇവിടെ വരെ ബൈക്ക് കൊണ്ടുവരാൻ പറ്റിയത് നന്നായി. ആഹാ പക്ഷികൾ ഇതേ മൈഗ്രേറ്ററി ബേർഡ്സ് പോലെ അങ്ങനെ എന്തോ സാധനം കേട്ടോ. പറക്കണ കേട്ടോ. ക്യാമറ എടുക്കുമ്പോഴത്തേ അത് പറന്നു പോകും. केरला में मिलेंगे. केरला से इतना प्यार हमारे उधर भी लोग नहीं करता है. नहीं, मैं रिसेंट केरला के प्यार में गिरा. अभी मैं जो ग्रेजुएशन खत्म हुआ तो मेरा बाइक्स के लिए शौक आया. तो ये बाइक तो मेरा भाई का है, लेकिन मेरा बाइक अभी घर में है, जो कि मैंने केरला के स्टाइल में ही बनाया है. पूरा केरला को कॉपी करके केरला में वहाँ पर जैसे जैसे बाइक को मतलब मॉडिफाई करते हैं, 18 साल 20 साल पुराना बाइक जो मैंने वैसे उसको कॉपी करके उसको बनाया. ആ പയ്യനുണ്ടല്ലോ കേരളം എന്ന് പറഞ്ഞാൽ എന്തോ പ്രാന്താട്ടോ. ഇങ്ങനെ എൻ്റെ ഡ്രീം കേരളത്തിൽ വന്ന് സെറ്റിൽ ആവണമെന്നാണ്. പേരൻസൊക്കെ ഇവിടെ നിൽക്കണമെന്നാണ്, അല്ലെങ്കിൽ ഞാൻ കേരളത്തിൽ പോയതെന്നൊക്കെ പറഞ്ഞ് കുറേ നേരമായിട്ട് പറയണം. ഇവിടുത്തെ ഈ ഡെവലപ്മെൻറ്റ് വന്നിട്ട് കുറച്ചായിട്ടുള്ളൂ. പക്ഷേ ഇത് കേരളത്തിലാണെങ്കിൽ ഈ കാണുന്നൊക്കെ 5x ഡെവലപ്പ് ആയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം കേരളത്തിനെ പൊക്കി സംസാരിച്ചു. അപ്പോൾ എന്നിട്ട് ആ പയ്യനിപ്പോൾ അങ്ങോട്ട് പോയി. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ഇവിടെ ഒരു ശിഖാര പോകുന്ന കണ്ടില്ലേ, അതിൻ്റെ അകത്ത് കുറച്ച് ആൾക്കാർ ഇരുന്നിട്ട് എന്തോ കാളിമാക്കി ജയ് എന്നൊക്കെ പറഞ്ഞ് ബോട്ടിൽ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ബോട്ട് ആ അറ്റത്ത് കാളിജയ് ഒരു മന്ദിരമുണ്ട്, ഒരു അമ്പലം, കാളി ദേവിയുടെ ആയിരിക്കും. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ അത് 1.5 മണിക്കൂറുണ്ട് ഇത്ര യാത്ര. അപ്പോൾ പയ്യൻ പറഞ്ഞാണ് 1.5 മണിക്കൂർ ബോട്ടിലാണ് പോയാലാണ് അമ്പലത്തിലേക്ക് എത്തുക. അപ്പോൾ ഈ പോകുന്ന വഴി ആ ബോട്ടിലേക്ക് കുറേ പക്ഷികളൊക്കെ പോകണില്ലേ, അത് വൈറ്റ് ഹെഡഡ് ഗൾസ് ആട്ടോ. അത് അവിടെ അങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നുണ്ട്. നമ്മൾ വാരണാസി പോയപ്പോഴും ആ ഗംഗയിൽ അതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കണ്ടാവും കഴിക്കാൻ. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി നിൽക്കുന്നതാണ്. ഇതുപോലെ 106 തരം സ്പീഷീസ് ഓഫ് ബേർഡ്സിനെയാണ് ഇവിടെ സ്പോട്ട് ചെയ്യണത് കേട്ടോ ഓരോ വർഷം. കഴിഞ്ഞ കൊല്ലം 1 ലക്ഷത്തിൽ അധികം പക്ഷികൾ ഇവിടെ വന്നു എന്നാണ് പറയുന്നത്, പല പല സീസണുകളിലായിട്ട്. 1100 സ്ക്വയർ കിലോമീറ്ററാണ് അതിൻ്റെ മൊത്തം. ശരിക്കും കടൽ തന്നെയാണ് അല്ലേ. അറ്റം കാണുന്നേ ഇല്ല. അത് ഈ ഒരു ഭാഗത്ത് കുറച്ച് മലകൾ കാണുന്നല്ലാതെ. ഞാനിവിടെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു ബൈക്ക് ഇതിൻ്റെ മുകളിലേക്ക് കയറ്റാൻ പാടില്ല, അപ്പുറത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്യണം അത്ര, പാർക്കിംഗ് ലോട്ടിൽ. അപ്പോൾ നമുക്ക് എന്തായാലും പതുക്കെ ഇറങ്ങാം. ഇപ്പോൾ ഇവിടെ നിന്ന് തിരിഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഇതിൻ്റെ അറ്റം കാണേണ്ട എന്താണെന്ന് നോക്ക്, ഇത് കിടക്കണേ എത്ര ദൂരമാണ്. അപ്പം ഇത് ഏഷ്യാസ് ലാർജസ്റ്റ് ബ്രാക്കിഷ് വാട്ടർ ലഗൂണാണ് കേട്ടോ. അതായത് ചില സ്ഥലത്ത് ഉപ്പ് വെള്ളമായിരിക്കും, ചില സ്ഥലത്ത് നല്ല വെള്ളമായിരിക്കും. ലഗൂണാണ്. അപ്പോൾ കടലാണ്, ബേ ഓഫ് ബംഗാളാണ് അതിൻ്റെ അപ്പുറത്ത്. അപ്പോൾ അങ്ങനെ റീഫുകളൊക്കെ ഇതിനെ സെപ്പറേറ്റ് ചെയ്തേക്കാണ്. ഏഷ്യാസ് ലാർജസ്റ്റും ലോകത്തിലെ 2nd ലാർജസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. ഇത് ഈ പയ്യനാണ് പറഞ്ഞത്, അടയ്ക്കാനായിരിക്കും. सॉरी पता नहीं था. हाँ ये हमारे लोकल लोग निकाल देते हैं ना. अच्छा ഓക്കെ പോവാന്നാ. അപ്പം നമുക്കിനി 6 മണിക്കൂറുണ്ട് വിശാഖപട്ടണത്തേക്ക് കേട്ടോ. 6 മണിക്കൂർ 331 കിലോമീറ്റർ. അപ്പം അങ്ങനെ ചിൽക്ക ലേക്ക് കണ്ടു.
പെട്രോൾ അടിക്കാൻ നിർത്തതാ കേട്ടോ. ആ കാണുന്ന പാലം കഴിഞ്ഞാലേ 1 ലിറ്റർ പെട്രോളിന് 8 രൂപ കൂടുതൽ. ആന്ധ്രാപ്രദേശിൽ കയറി സാമ്പാറും മാസങ്ങൾക്ക് ശേഷം തൈരും കൂട്ടി ഒരു ഊണും പാസ്സാക്കി വിശാഖപട്ടണത്തേക്ക് പോകുന്ന വഴി ഒരസ്സല് മഴ കിട്ടി. റെയിൻകോട്ടും ഷൂ കവറും ഒന്നും മറക്കാവുന്നില്ല. ഉള്ളിലിട്ടിരിക്കുന്ന ടീഷർട്ട് മുതൽ സോക്സ് വരെ നനഞ്ഞ് പിണ്ടിയായി. ഇതെല്ലാം കഴിഞ്ഞ് ഹൈവേയിൽ നിന്ന് വിശാഖപട്ടണം സൈഡിലേക്ക് തിരിഞ്ഞ് ആ റൂട്ടിലുള്ള ഈവനിങ് ട്രാഫിക് മൊത്തം പിടിച്ച് എല്ലാ സിഗ്നലിലും നിർത്തി അവസാനം ഫാദർ പറഞ്ഞ് MSFS ധ്യാനാശ്രമത്തിലെത്തി. നമസ്കാരം. അവസാനത്തെ ഒരു 100 കിലോമീറ്റർ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മഴ നല്ലോണം ഉണ്ടായിരുന്നു. നമസ്കാരം. പിന്നെന്താ ഓർക്കണ്ടേ സൽക്കാരയിൽ? ഞാൻ രാത്രി ഒരു പുലർച്ചയാകുമ്പോൾ പോകാമെന്ന് വിചാരിച്ചു. ഒരു 2 മണി 3 മണിയാകുമ്പോൾ പോയാൽ ഓക്കെയാണോ? എന്താ ഫാദറിൻ്റെ അഭിപ്രായം എന്താ? നാളെ പക്ഷെ നല്ല ട്രെയിനിങ് ആയിരിക്കും നാളെ. അതല്ലേ. ഫാദർ എത്ര നാളെ ഇവിടെ? ഞാനിവിടെ ഇപ്പോൾ പ്രോപ്പറായിട്ട് 1 വർഷമായിട്ടുള്ളൂ. അന്ന് നമ്മൾ പരിചയപ്പെട്ട സമയത്ത് ഞാനൊന്ന് നാട്ടിൽ തന്നെയായിരുന്നു. അത് കുറച്ചായില്ലേ? 2023 ആ സമയത്ത് 2 വർഷം മുമ്പ്. ഒന്ന് കുളിച്ച് വൃത്തിയായി ഫാദറിന്റെ ഒപ്പം പുറത്തേക്ക് ഇറങ്ങി. ഫാദർ ഒരു പുതിയ ഹിമാലയൻ 411 എടുത്തതും അതും ഓടിച്ച് തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്ന കഥകളൊക്കെ പറഞ്ഞ് മിഷണറീസ് ഓഫ് സെയിന്റ് ഫ്രാൻസിസ് ഡി സെയിൽസിന്റെ തൊട്ടടുത്തുള്ള വേറൊരു ക്യാമ്പസിലേക്ക് പോയി. അവിടുത്തെ കാര്യങ്ങളും വിശാഖപട്ടണത്തിന്റെ ഒരു പനോരമിക് ഡ്രോൺ ഫോട്ടോഗ്രാഫും കാണിച്ച് അതിൽ ഓരോ പോയിന്റ്സും എടുത്തെടുത്ത് പറഞ്ഞു തന്ന് മെസ്സിൽ കൊണ്ടുപോയി സംഭാരം തന്നു. കൂടെ ഞാൻ ഈ അടുത്ത് കഴിച്ചതിൽ വെച്ച് ഏറ്റവും നല്ലൊരു കേക്കും. ഇവിടെ ഒരു സ്റ്റുഡിയോ ഉണ്ട് കേട്ടോ. ഫാദറിന്റെ തട്ടകമാണത്. സ്റ്റുഡിയോയും കണ്ട് ഞങ്ങൾ പുറത്തേക്ക് നടന്നു. ഇവിടുത്തെ മെസ്സിൽ 9 മണിക്ക് ശേഷമാണ് ഡിന്നർ പ്രൊവൈഡ് ചെയ്യുന്നത്. എനിക്ക് നേരത്തെ കിടക്കണമെന്നുള്ളതുകൊണ്ട് പുറത്ത് നിന്ന് കഴിക്കാനാണ് പ്ലാൻ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാനല്ലേ ഇതൊക്കെ അങ്ങോട്ട് പറയുന്നത്. അടുത്ത പ്രാവശ്യം ആന്ധ്ര ഒന്ന് പ്ലാൻ ചെയ്യാം. തീർച്ചയായിട്ടും. അപ്പോൾ രാവിലെ ഞാൻ വിളിക്കില്ല, പോകും. ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. നാട്ടിൽ വരുമ്പോൾ വരിക. തീർച്ചയായും. താങ്ക് യു സോ മച്ച്. റെസ്റ്റ് എടുത്തോളൂ. ഓക്കെ, ശരി. ഒരു ഫാദറിൻ്റെ ഒപ്പം ഒന്നും പുറത്തു പോയൊരു ഫീലിംഗ് അല്ല കേട്ടോ. ഒരു ബൈക്കറിൻ്റെ ഒപ്പം അല്ലെങ്കിൽ എൻ്റെയൊക്കെ ഏജിലുള്ള ഒരാളുടെ ഒപ്പം പുറത്തു പോയി ഭക്ഷണമൊക്കെ കഴിച്ചു വന്ന ഒരു ഫീലിംഗ് ആട്ടോ. അത്രയും ഭയങ്കര കമ്പനിയായിരുന്നു. കുറേ നേരമായിട്ടോ ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞ് പുറത്തൊക്കെ പോയി ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി അവർക്ക് തന്നെ. അതായത് ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, കുറച്ച് മാറിയിട്ടൊരു ബിൽഡിംഗ് ഉണ്ട്, അവിടെയാണ് ആ സ്റ്റുഡിയോ കണ്ടതൊക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെ കാണിച്ച് തന്നു. വീഡിയോസിൻ്റെ കാര്യമൊക്കെ സംസാരിച്ചു. ദോശ കഴിച്ചു. ദോശയുടെ ക്ലിപ്പ് എടുക്കാൻ മറന്നുപോയി. വന്നപ്പം ആർത്തിക്കാരനെ കഴിച്ചു തുടങ്ങി, മറന്നുപോയി എടുക്കാൻ. അപ്പോൾ ദോശ കഴിച്ചു. ഞാൻ മസാല ദോശ കഴിച്ചു, ഫാദറും ധോണിയും ദോശ കഴിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. അപ്പം നമുക്കിനി 1700 കിലോമീറ്റർ ഉണ്ട്. നോട്ട് ഈസി. അതായത് എല്ലാ ഈസി ആയിട്ട് ഓടിച്ച് പോകുന്ന ആൾക്കാരുണ്ടാവും കേട്ടോ. 900 ഒരു ദിവസം ഓടിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ ഞാൻ അങ്ങനെ ഓടിക്കുന്ന ഒരാളല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സ്ട്രെച്ചാണ്. ഇനി 2-1.5 ദിവസം കൊണ്ട് നമുക്ക് 1700 കിലോമീറ്റർ കവർ ചെയ്യണം. അപ്പോൾ ഞാൻ ഇന്നിരുന്ന് പ്ലാൻ ചെയ്യണം. ഇപ്പോൾ സമയം 8 ആയിട്ടുണ്ട്. ഇപ്പോഴത്തെ എൻ്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ രാവിലെ ഒരു 2 മണി 3 മണി പുലർച്ചെ ഇറങ്ങി മാക്സിമം ഒരു 500 കിലോമീറ്റർ ഓടിച്ച് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയി റൂം എടുത്ത് ഒരു ഇത്തിരി നേരം കിടന്നുറങ്ങി വീണ്ടും കണ്ടിന്യൂ ചെയ്യാമെന്നൊക്കെയാണ്. അപ്പോൾ എനിക്കറിയില്ല, വോട്ട് ചെയ്യണം എന്നുള്ളൊരു ഇതിലാണ് പോണേ. കൊൽക്കത്തയിൽ ഒരു ദിവസം എക്സ്ട്രാ നമ്മൾ പ്രതീക്ഷിച്ചാലും കൂടുതൽ നിന്നുപോയി. അതാണ് ഇത്രയും കൺഫ്യൂഷനാണ് കാരണം. അപ്പോൾ ഞാൻ കിടന്നുറങ്ങട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം കൂടുതൽ വിശേഷങ്ങളായിട്ട്. അടുത്ത വീഡിയോ നമ്മുടെ ഗ്രേറ്റ് ഹിമാലയൻ റൈഡ് സീസൺ 3യുടെ ലാസ്റ്റ് എപ്പിസോഡാണ്. നമ്മളിവിടുന്ന് വിശാഖപട്ടണത്ത് ഇറങ്ങി നാട്ടിലേക്ക് പോവാണ്. 1700 കിലോമീറ്റർ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.